അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഒരു വിമർശനം രാഷ്ട്രീയത്തിലുള്ള പരിചയക്കുറവ് അതുതന്നെയാണ്. ഇപ്പോൾ ഈ സഖ്യകക്ഷികളേക്ക് ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് വലിയൊരു വിമർശനമായി തുടരുന്നു. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടാകും. ഈ പരിചയക്കുറവ് വിജയ് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഇപ്പോൾ അവിടെ നിലനിൽക്കുകയല്ലേ? വിനോദ് തുടരുന്നുണ്ട്. നമുക്ക് അനുമോദിലേക്ക് പോകുന്നതിന് മുമ്പ് വിനോദിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. വിനോദ്, അവിടെ ഇപ്പോൾ ചടങ്ങുകളുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് അധികം വൈകാതെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്ന് തന്നെ വേണം ഇപ്പോൾ പ്രതീക്ഷിക്കാൻ. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട വിജയ് ആയിരിക്കുമോ ഇനി രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വിജയ്? രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു വഴിത്തിരിവിൻ്റെ നിമിഷമാണിത്. കാരണം ഇതുവരെ പരമ്പരാഗതമായ രീതിയിൽ ചിരവൈരികളായ DMKയും ADMKയും മാറി മാറി തമിഴ്നാട് ഭരിച്ച ഒരു ചരിത്രം, അവിടെ നിന്നാണ് ഒരു വലിയൊരു വഴിത്തിരിവിലേക്ക് തമിഴ് രാഷ്ട്രീയം മാറുന്നത്. ഇങ്ങനെ ഇതിന് തൊട്ട് മുൻപ് പ്രതീക്ഷിച്ചിരുന്നു ഒരുപക്ഷെ വിജയകാന്തിൻ്റെ പാർട്ടി അതിശക്തമായി തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നൊരു സമയമുണ്ടായിരുന്നു. വിജയകാന്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു. അതിനു മുൻപ് രജനീകാന്തിൻ്റെ പ്രവേശം രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിച്ചവരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങുന്ന രീതിയിലേക്ക് രജനീകാന്ത് പോയിരുന്നില്ല. മക്കൾ നീതി മയ്യം എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ തമിഴ്നാട്ടിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ നോക്കേണ്ട പേരുകളാണ്. അതായത് രജനീകാന്ത്, വിജയകാന്ത്, കമൽഹാസൻ, ശരത് കുമാർ, നെപ്പോളിയൻ തുടങ്ങി തമിഴ്നാട്ടിൽ പല ഘട്ടങ്ങളിലായി നേരിട്ടോ അല്ലാതെയോ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പ്രധാന നടന്മാരുണ്ട്. ഖുശ്ബു ഉൾപ്പെടെയുള്ള നടിമാരുണ്ട്. അതിനും മുൻപാണ് MGRും പിന്നീട് ജയലളിതയുമൊക്കെ തമിഴ് രാഷ്ട്രീയം അടക്കി വാണത്. പക്ഷേ അവർക്ക് പിന്നാലെ ഈ വന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അജിത്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അജിത്ത് അങ്ങനെ നേരിട്ടൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാവുകയോ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു വിജയ്. ഈ സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും തമിഴ്നാടിനെ മാത്രമല്ല, ദക്ഷിണേന്ത്യയെ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വലിയ ആരാധകരെ സൃഷ്ടിക്കുകയും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കാർ താമസിക്കുന്ന നാടുകളിൽ വലിയ വിജയം നേടി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മുന്നേറുന്നൊരു സാഹചര്യമായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും മൂല്യമുള്ള താരമായി വിജയ് മാറുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹം ആളുകളോട് ഇടപെടുന്നത് വളരെ തന്മയത്വത്തോടെയാണ്, വളരെ സമാധാനത്തോടെയാണ്. അദ്ദേഹം ഒരിക്കലും വളരെ അഗ്രസീവായി പൊതുവേദികളിലോ അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ സ്ഥലങ്ങളിലോ ഒന്നും തന്നെ വിജയിയെ നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും സാധുവായി വ്യക്തികളോട് പെരുമാറുന്ന, അത്രയും പതിയെ മാത്രം സംസാരിക്കുന്ന, ഒരു ഉച്ചത്തിൽ പോലും സംസാരിക്കാത്ത വിജയ് പ്രൊമോഷൻ സമയത്തൊക്കെ, സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സ്വന്തം സിനിമയെക്കുറിച്ചൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ സഹപ്രവർത്തകരെക്കുറിച്ച് വളരെ ലളിതമായി, വളരെ സ്നേഹത്തോടു കൂടി നല്ല വാക്കുകൾ പറഞ്ഞ് പോകുന്ന ഒരു വിജയ്. പക്ഷേ ആ വിജയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കണ്ടത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റമായിരുന്നു. കഴിഞ്ഞ 2 വർഷം ഒരുപക്ഷെ കരൂരിലൊക്കെ ഉണ്ടായ ദുരന്തമുണ്ട്. ആളുകൾ തിരക്കിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം DMKക്കെതിരെ വിജയ് നടത്തുന്ന പരാമർശങ്ങൾ, ആക്രോശങ്ങൾ, വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ, നമ്മൾ ഒരു സിനിമയിൽ കാണുന്നത് പോലെ വിജയ് മാറുന്നൊരു കാഴ്ചയാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഒരു സിനിമാ താരത്തെ പോലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ മാറുന്ന, അല്ലെങ്കിൽ അത്രയും ശക്തമായി DMKയെയും ADMKയെയും ആക്രമിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പല വിജയുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം DMKയും ADMKയും തമിഴ്നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നടക്കുന്നത്. നമ്മൾക്കിടയിലേക്ക് വിജയ് വന്ന് കയറാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന ധാരണ DMKയും ADMKയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ വിജയ് പറഞ്ഞതാണ്. ഈ റിസൾട്ട് വരുമ്പോൾ വിജയ് പറഞ്ഞതിന് സമാനമായി തന്നെ ADMKയും DMKയും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് ചർച്ചകൾ വന്നു എന്നത് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ സഖ്യത്തെ പൊളിക്കുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് വിജയ് നേരത്തെ തന്നെ നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും
കണക്ക് കൂട്ടിയായിരുന്നു വിജയുടെ ഓരോ ചുവടുകളും എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ 4 തവണയെങ്കിലും വിജയ് ഗവർണറെ കണ്ടു, അർലേക്കറെ കണ്ടു. നമ്മുടെ ഗവർണറാണ്, തമിഴ്നാടിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ വിജയ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ആദ്യം സമീപിക്കുകയും പിന്നീട് 5 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ കൂടി തൻ്റെ കത്തിനൊപ്പം ചേർക്കുകയും ചെയ്തതോടെ അതൊരു സഖ്യ സർക്കാരായി മാറുന്നു, അല്ലെങ്കിൽ ഒരു സഖ്യത്തിൻ്റെ നീക്കമായി മാറുന്നു. അതുകൊണ്ട് തന്നെ സഖ്യം എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ഭൂരിപക്ഷം അത് ഫ്ലോർ ടെസ്റ്റിൽ തെളിയിച്ചാൽ പോരാ, അതിനു മുൻപ് തന്നെ ഭൂരിപക്ഷം തെളിയിച്ചാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്ന കടുത്ത നിലപാടിലേക്ക് ഗവർണർ പോകുന്നു. അവിടെ മുതൽ വിജയ് എടുക്കുന്ന സ്റ്റെപ്പുകൾ ഓരോ ഘടകകക്ഷികളെയും DMK-ക്കൊപ്പമുള്ളവരെ ഒപ്പം ചേർക്കുന്നതിന് വിജയ്ക്ക് സാധിച്ചു എന്നതാണ്. 5 MLA-മാരെ സമ്മാനിച്ച കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനമാണ് നൽകുന്നത്. മറ്റ് 3 പാർട്ടികൾ പുറത്തു നിന്നാണ് പിന്തുണയ്ക്കുന്നത്. CPM-ഉം CPI-യും മുസ്ലിം ലീഗും VCK-യും 4 പാർട്ടികൾ പുറത്തു നിന്നാണ് പിന്തുണയ്ക്കുന്നത്. അവർ ഇപ്പോൾ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ വിജയുടെ പരിചയക്കുറവുണ്ട്, രാഷ്ട്രീയത്തിലെ പരിചയക്കുറവുണ്ട്, ഭരണപരമായ പരിചയക്കുറവുണ്ട്. ഈ പരിചയക്കുറവൊക്കെ തന്നെ DMK-ക്കൊപ്പം നിന്ന പാർട്ടികൾ വിജയ്ക്കൊപ്പം വരികയാണ്. ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കണം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒന്നാം UPA സർക്കാരിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ഇടത് പാർട്ടികൾ പുറത്തുനിന്ന് UPA സർക്കാരിനെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് UPA സർക്കാരിന് വേണ്ടി ഇടത് പാർട്ടികൾ നടത്തിയ നീക്കങ്ങൾ അത് ഒരു പരിധിവരെ ഒന്നാം UPA സർക്കാരിന് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും രണ്ടാം UPA സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ഈ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ഘടകകക്ഷികളെ, തന്നെ പിന്തുണച്ച ഘടകകക്ഷികളെ പിണക്കാതെ തമിഴ്നാടിൻ്റെ ആകമാനമുള്ള വികസനത്തിന് വേണ്ടി വിജയ് ഒരു നീക്കം നടത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ നേരിയ ഭൂരിപക്ഷം കൊണ്ട് തന്നെ വിജയ്ക്ക് 5 വർഷം തികയ്ക്കാൻ കഴിയും എന്നതിൽ തർക്കമില്ല. മാത്രമല്ല ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി വിജയ് പ്രയോഗിച്ചേക്കും എന്ന കാര്യവും ഉറപ്പാണ്. കാരണം ADMK-യിൽ ഇപ്പോൾ വലിയ പിളർപ്പുണ്ട്. എടപ്പാടി പളനിസ്വാമിക്കെതിരെ ഷൺമുഖം ഉൾപ്പെടെയുള്ള ഒരു MLA-മാരുടെ വലിയൊരു വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ വിജയോടൊപ്പം ചേരുന്നതിന് മാനസികമായി ഒരു താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന സമയമാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാരെയും ADMK-യിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരുപക്ഷെ TVK-യുടെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയായി അവരെ ഉൾക്കൊള്ളുകയോ ചെയ്യാനുള്ള നീക്കം വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഈ നിമിഷം മുതൽ, സത്യപ്രതിജ്ഞ കഴിയുന്നത് മുതൽ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ്. വലിയൊരു സ്റ്റേറ്റിൻ്റെ അധിപനായി മാറുകയാണ്. അധികാരം കയ്യിലേറുന്ന വ്യക്തിയായി നടൻ വിജയ് മാറുകയാണ്. ആ നിമിഷം മുതൽ മറ്റ് പാർട്ടികൾ ഒരുപക്ഷെ അധികാരം ഇനി വളരെ അകലെയെന്ന് പ്രതീക്ഷിക്കുന്ന DMK അധികാരത്തിൽ വരുന്നു, വിജയ് വരുന്നു. ഇനി എപ്പോഴെങ്കിലും ADMK അധികാരത്തിൽ വരുമോ എന്ന കാര്യം ആ പാർട്ടിക്ക് പോലും ഉറപ്പില്ല. BJP പിന്തുണ സഖ്യത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ADMK-യിലെ വലിയൊരു വിഭാഗം വിജയ്ക്കൊപ്പം ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ 120 എന്ന ഈ ഒരു സംഖ്യ ഇനിയും ഒരു 6 മാസത്തിനുള്ളിൽ വിജയ്ക്ക് ഉയർത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ തമിഴ്നാട് ഭരണം 5 വർഷവും പൂർത്തിയാക്കാൻ വിജയ്ക്ക് കഴിയും എന്ന കാര്യം വളരെ കൃത്യമാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചെറുകക്ഷികളുടെയൊക്കെ പ്രാധാന്യം ആ ഘട്ടത്തിൽ അപ്രസക്തമാകുന്ന നിലയും ഉണ്ടാകും. DMK-ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ചെറുകക്ഷികൾ മേൽ സ്വാധീനമുണ്ട്. അതുവഴി DMK-യുടെ താല്പര്യങ്ങൾ വിജയ്ക്ക് മേൽ കെട്ടിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കുക കൂടി ചെയ്യുന്നതാകും AIADMK-യിലെ ഒരു വിഭാഗം വിജയ്ക്കൊപ്പം ചേർന്നാൽ സംഭവിക്കാൻ പോവുക. ഏതായിരുന്നാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, നാടകങ്ങൾക്കൊക്കെ വരും ദിവസങ്ങളിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ ആദ്യത്തെ കടമ്പ ഇതാ വിജയ് കടക്കുന്നു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റൊരു കാര്യം, വിജയുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ സംഗീതയുമായുള്ള വിവാഹ ബന്ധത്തിൽ മാറ്റമുണ്ടായി. ഇപ്പോൾ ഇതാ തൃഷ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ആ വേദിയിലേക്ക് തൃഷ എത്തിയിട്ടുണ്ട്. തൃഷയെ ചലച്ചിത്ര രംഗത്തുള്ളവർ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. മറ്റ് TVK-യുടെ പ്രവർത്തകർ ഹർഷാരവത്തോടെ അവരെ സ്വീകരിക്കുന്നു. വിജയുടെ മാതാപിതാക്കൾ ഇവിടെ സന്നിഹിതരാണ്. ആ തരത്തിൽ തൃഷ കൂടി ഈ ചടങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്, പെരുമ്പൂരും അതോടൊപ്പം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വിജയ് രാജിവെച്ച് ആ സീറ്റിൽ തൃഷ മത്സരിക്കും.
എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് തൃഷ കൂടി ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗമായി വരാനുള്ള സാധ്യതയുണ്ട്. തമാശയ്ക്കെങ്കിലും തൃഷ ഒരു 10 വർഷം മുൻപ് പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ് തൃഷ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു താൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആകുമെന്ന കാര്യം. ഏതായിരുന്നാലും വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. വിജയുടെ കൂടെ ചേർന്ന് തന്നെ തോളോട് തോൾ ചേർന്നതാ തൃഷയും ഈ സർക്കാരിൻ്റെ ഭാഗമായി വരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.